നമസ്കാരം. ചരിത്രപരമായ സംഭവങ്ങൾ എന്നും ജനങ്ങൾക്കേറെ കൗതുകരവും അതോടൊപ്പം തന്നെ ഏറെ സന്തോഷവും ഉത്സാഹവും നൽകുന്നതാണ്. കൂടാതെ ചരിത്ര താളുകളിൽ ഓരോ സംഭവ വികാസങ്ങളും കൊത്തിവെക്കുകയും ചെയ്യപ്പെടും. ഓരോ ചടങ്ങുകളും ഓരോ വ്യത്യസ്ത രീതിയിൽ ചെയ്യാനാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ താല്പര്യപ്പെടുന്നത്. അത് കല്യാണ ചടങ്ങുകളായിക്കോട്ടെ, ബർത്ത്ഡേ ചടങ്ങുകളായിക്കോട്ടെ, മറ്റേതെങ്കിലും ഫംഗ്ഷനുകളായിക്കോട്ടെ, അതെല്ലാം ഒരു പുതുമയോടുകൂടി ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ചെയ്യാനാണ് ജനങ്ങൾക്ക് താല്പര്യം. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ്. അതിലുമുണ്ട് ഒരു പ്രത്യേകത. കല്യാണം നടക്കുന്ന സ്ഥലമാണ് ഒരു ഏറ്റവും പ്രത്യേകത. അതായത് കല്യാണ മണ്ഡപം ബീച്ചിലോ മണ്ഡപം സെറ്റ് ഇട്ടിരിക്കുന്നത് റിസോർട്ടിലോ ഒന്നുമില്ല, മറിച്ച് രാഷ്ട്രപതി ഭവനിലാണ് കല്യാണവേദി. ലോക ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തെ രാഷ്ട്രപതി ഭവനിൽ ഇങ്ങനെ ഒരു ചരിത്രപരമായ ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് സംശയം. രാഷ്ട്രപതി ഭവൻ സാധാരണയായി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായും അതോടൊപ്പം തന്നെ വിദേശ രാഷ്ട്രതലവന്മാർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ താമസിക്കുന്ന സ്ഥലവുമായാണ് അറിയപ്പെടുന്നത്. ഫെബ്രുവരി 12-ന് രാഷ്ട്രപതി ഭവനിൽ വിവാഹ ചടങ്ങ് നടക്കുന്നതിനായി അതിന്റെ കവാടങ്ങൾ അതിഥികൾക്കായി തുറന്നു നൽകുകയാണ്. വിവാഹം നിശ്ചയിക്കുന്ന വ്യക്തി നിലവിൽ രാഷ്ട്രപതി ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥയാണ്. സുരക്ഷാ ജീവനക്കാരുടെ പെരുമാറ്റത്തിലും അതോടൊപ്പം തന്നെ ആ ജീവനക്കാരുടെ സേവനത്തിലും പ്രസിഡന്റ് ദ്രൗപദി മുർമു വളരെ ഇഷ്ടപ്പെടുകയും ഒരു മതിപ്പ് ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിവാഹം രാഷ്ട്രപതി ഭവനിൽ തന്നെ നടത്താൻ രാഷ്ട്രപതി അനുമതി നൽകിയത്. രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ വെച്ചാണ് വിവാഹ ചടങ്ങ് നടത്താൻ രാഷ്ട്രപതി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥ പൂനം ഗുപ്തയുടെ വിവാഹ ചടങ്ങാണ് രാഷ്ട്രപതി ഭവനിൽ നടക്കാൻ പോകുന്നത്. രാഷ്ട്രപതിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ കൂടിയായ പൂനത്തിന്റെ വിവാഹം രാഷ്ട്രപതിയുടെ ഭവനിൽ നടത്താൻ ദ്രൗപദി മുർമു അനുമതി നൽകുകയായിരുന്നു. പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കം അതിഥികൾക്ക് മാത്രമേ കല്യാണത്തിൽ പങ്കെടുക്കാനാകൂ എന്ന വ്യവസ്ഥയോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് അവനീഷ് കുമാറാണ് വരൻ. പൂനം ഗുപ്ത ഗണിതത്തിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഗ്വാളിയറിലെ ജിവാജി സർവകലാശാലയിൽ നിന്ന് BEdും നേടിയിട്ടുണ്ട്. UPSC നടത്തുന്ന CAPF പരീക്ഷയിൽ 81ാം റാങ്ക് നേടിയാണ് പൂനം ഗുപ്ത ഈ റിസർവ് പോലീസ് ഓഫീസർ ആവുന്നത്. ബീഹാറിലെ നക്സൽ ബാധിത പ്രദേശത്തും പൂനം ഗുപ്ത ജോലി ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ചുമതലകൾക്ക് പുറമെ സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമാണ് പൂനം ഗുപ്ത. എന്തായാലും ഫെബ്രുവരി 12-ാം തീയതി രാഷ്ട്രപതി ഭവനിൽ ഒരു കല്യാണ പന്തൽ ഉയരാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.